ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ KTUവിൽ നിന്ന് എങ്ങനെ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. ഫസ്റ്റ് നമ്മൾ KTU ലോഗിൻ ചെയ്തു, യൂസർ നെയിമും പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. ദെൻ ഇവിടുന്ന് സ്റ്റുഡൻറ്റിൽ നിന്ന് മൈ സർട്ടിഫിക്കറ്റ്സ്, ഇതിൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ്, കൺസൾട്ടേറ്റ് ഗ്രേഡ് കാർഡ്, ഡിഗ്രി സർട്ടിഫിക്കറ്റ്, ഒഫീഷ്യൽ ട്രാൻസ്ക്രിപ്റ്റ്, പൊസിഷൻ, NSS പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ്, ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ളതുണ്ട്. ഈ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് നമുക്ക് 3 മാസം വാലിഡ് ആയിട്ടുള്ളൂ. പിന്നെ കൺസൾട്ടേറ്റ് ഗ്രേഡ് കാർഡ് നമ്മുടെ ഫുൾ സെമസ്റ്റർ വൈസ് S1 to S8 വരെ നമുക്ക് കൺസൾട്ടേറ്റ് ഗ്രേഡ് കാർഡിനകത്ത് കാണാൻ പറ്റും. പിന്നെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, ഒഫീഷ്യൽ ട്രാൻസ്ക്രിപ്റ്റ്, ഈ ഫസ്റ്റിലത്തെ 4 എണ്ണമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ദെൻ ഫസ്റ്റ് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ഞാനിപ്പോൾ അപ്ലൈ ചെയ്യുന്നില്ല, അതിന് പകരം ഞാൻ ആദ്യമേ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാൻ പോവാണ്. റിക്വസ്റ്റ് ഫോർ സർട്ടിഫിക്കേഷൻ, മൊബൈൽ നമ്പർ കൊടുക്കുക, ഇമെയിൽ, ഇനി അഡ്രസ് ടു വിച്ച് ദ സർട്ടിഫിക്കറ്റ് ഈസ് ടു ബി ഡെലിവേർഡ്, ഡെലിവറി ആവേണ്ട അഡ്രസ്സ് കൊടുക്കുക. ദെൻ സിറ്റി കൊടുക്കുക, സ്റ്റേറ്റ്, കൺട്രി, പിൻകോഡ്. നമുക്ക് ഫോട്ടോ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയ ഫോട്ടോ ഇവിടെ ബ്രൗസ് ചെയ്ത് കൊടുത്താൽ മതി, എന്നിട്ട് സെലക്ട് ചെയ്താൽ മതി. ദെൻ നമ്മൾ ഡിക്ലറേഷൻ ചെയ്യുവാണ്. പേരന്റിന്റെ നെയിം കൊടുക്കണം, ഏജ്, റെസിഡൻഷ്യൽ അഡ്രസ്സ് സെയിം, നമുക്ക് അഡ്രസ്സ് ഇവിടെ കൊടുത്ത് തന്നെ കൊടുത്താൽ മതി. ടു ഹെയർ ബൈ ഡിക്ലെയർ ദാറ്റ്, ഓക്കെ, ഡൗറിയുടെ ആണ്, അത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കൊടുക്കുക, അത്രേ ഉള്ളൂ. ഡിക്ലറേഷൻ ചെയ്യുക. ഇപ്പൊ പുതിയ സ്കീം അനുസരിച്ച് അങ്ങനെയൊക്കെ വേണം സർട്ടിഫിക്കറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ബോയ്സിന്. ദെൻ പ്രോസസ് പ്രയോറിറ്റി, ഡിഗ്രി സർട്ടിഫിക്കറ്റ് നോർമൽ ഡിസ്പാച്ച് ആണെങ്കിൽ 525, ഇച്ചിരി കൂടെ ഫാസ്റ്റ് ട്രാക്ക് ആണെന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ 10 ദിവസത്തിനകം കിട്ടണമെന്നുണ്ടെങ്കിൽ 1575, വിത്തിൻ 3 വർക്കിംഗ് ഡേയ്സിലൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ 4725 രൂപ. എനിക്ക് അത്ര അത്യാവശ്യമൊന്നുമില്ല, അപ്പം 525. ദെൻ സേവ് കൊടുക്കുക, റീചെക്ക് ചെയ്യുക എല്ലാം കറക്റ്റ് ആണോ എന്ന്. ഇനി പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ്. ഒന്നും കൂടെ റീചെക്ക് ചെയ്യുക. പിന്നെ പോസ്റ്റൽ ഫീസ് ഉണ്ട് കേട്ടോ, 50 രൂപ.
ഇനി ഡിക്ലറേഷൻ ടിക്കറ്റ് കൊടുക്കുക, ഡൗറി വാങ്ങത്തില്ല, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. എന്നിട്ട് സബ്മിറ്റ് ചെയ്തിട്ട് നമ്മൾ പേയ്മെന്റിലോട്ട് പോകും. ഇവിടെ രണ്ടെണ്ണം ഉണ്ട്. ഞാൻ ഫെഡറൽ ബാങ്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് 575 രൂപയാണ് വരുന്നത്. ഇത് സ്ഥിരം ഇങ്ങനെ വരാറുണ്ട്, വിൻഡോസ് ഓപ്പൺ ആയി വെക്കുന്നുണ്ടെന്നുള്ളത്. ഓക്കെ, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി, ഫോണിനകത്ത് ചെയ്യുക. ബാക്കി ഫോണിനകത്ത് ചെയ്താൽ മതി. നിങ്ങൾ റീവാലുവേഷൻ ഒക്കെ ചെയ്തിട്ടുള്ളതല്ലേ, ബാക്കി നിങ്ങൾക്ക് അറിയാമല്ലോ. ഇങ്ങനെയാണ് നമ്മൾ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പേയ്മെന്റ് എല്ലാം അടച്ചു കഴിഞ്ഞിട്ട് ബാക്കി മൈ സർട്ടിഫിക്കറ്റ് എടുക്കുക. അതേപോലെ തന്നെ കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡ് വേണ്ടവർക്ക് കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡിന്റെ കൊടുക്കാം. സെയിം പ്രൊസീജിയർ തന്നെയാണ്. പിന്നെ കൺസോളിഡേറ്റഡിന് 210 രൂപയാണ്, വേറെ എമൗണ്ട് ഒന്നും വരുന്നില്ല. കാരണം അത് ഡൗൺലോഡ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ, നമുക്ക് വീട്ടിൽ ആരും കൊണ്ട് തരത്തില്ല. പിന്നെ ഒഫീഷ്യൽ ട്രാൻസ്ക്രിപ്റ്റ്, അതിന് ഈ വെളിയിലോട്ടൊക്കെ പോകുന്നവർ ആണ് കൂടുതലും ഒഫീഷ്യൽ ട്രാൻസ്ക്രിപ്റ്റ് എടുക്കുന്നത്. അതിന് 1575 രൂപയാണ്. ഒരു 1.5 മാസം കൊണ്ടൊക്കെ കിട്ടും. ഡിഗ്രി സർട്ടിഫിക്കറ്റ് നമ്മൾ നോർമൽ ഡിസ്പാച്ച് ആണെന്നുണ്ടെങ്കിൽ 3 മാസത്തിനകമേ കിട്ടത്തുള്ളൂ. അപ്പം സെയിം പ്രൊസീജിയർ ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി, സോറി, കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ പിന്നെന്താ, നിങ്ങൾക്ക് KTUവിനെ കുറിച്ച് കൂടുതൽ അറിയാനും കാര്യങ്ങൾക്കും ഒക്കെ കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. ബൈ.